ഇന്നൊന്നും ഇങ്ങനെ കടയിൽ പോയില്ലേ? പോയപ്പോ തന്നെ ഇനി വന്നതാണ്. നിങ്ങളെന്തോ അയ്യോ ഇക്കായ ഇക്കെന്താ ഇക്കെന്താ സർപ്രൈസ് ആയിട്ട് വന്ന? എന്ത് എന്നെ പ്രതീക്ഷിച്ചില്ലേ? പാപ്പ എവിടെ? വാപ്പ വാപ്പ അപ്പ ഉണ്ട്. ഇക്ക കേറ് കേറുക്ക. വിളി. അല്ലാ അയ്യോ മോനെ, മോൻ വന്നാടാ. പാപ്പ ഇതെവിടെ പോയിരുന്നു? കടയിലോട്ടും സാധനം മേടിക്കാൻ പോയതാ. വയ്യാത്ത പാപ്പ എന്തിനാ കടയിൽ പോയി? ഞാൻ അത്യാവശ്യം പറഞ്ഞപ്പോ പാപ്പ പോവാന്ന് പറഞ്ഞതാ. അത് കുഴപ്പമൊന്നുമില്ലടാ. ഞാൻ വെറുതെ ഇവിടെ ഇരുന്നപ്പം നീ അടി പറഞ്ഞു വിട്ടത്. നിനക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാ? നിനക്ക് പോയി വാങ്ങിക്കൂടായിരുന്നാ? വയ്യാത്ത പാപ്പയാണോ പറഞ്ഞു വിടുന്നത്? ഞാൻ പലതും അറിഞ്ഞിട്ടാ വന്നത്. പാപ്പയുടെ അസുഖം ഇപ്പം എങ്ങനെ ഉണ്ട്? അതിലെ ഇടയ്ക്ക് മോനെ പാപ്പാക്ക് ശ്വാസം വിട്ട് വരൂല്ലേ, അതാടാ. പിന്നെ എവള് പറഞ്ഞു വാപ്പാക്ക് ബ്ലോക്ക് ഉണ്ടെന്ന്. ഏയ് എനിക്കെന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല മോനെ. അതിലെ പണ്ടേ വരുന്ന ശ്വാസം മുട്ട് അല്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല മോനെ. അതിന്റെ മരുന്നില്ലാതെ എപ്പോഴും നീ പൈസ മേടിച്ചോണ്ടിരുന്നതിന്റെ? എടീ, നാട്ടുകാര് പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത്. അതാ ഞാൻ നിന്ന് നിപ്പിലിങ്ങ് വന്നത്. അല്ലക്ക അത് ഞാൻ ഇറങ്ങ്, മതി. നിന്റെ ഇവിടുത്തെ പോർത്തി മതി, ഇറങ്ങ് ഇങ്ങോട്ട്. ഞാൻ നോക്കുന്നുണ്ട്. അതാര് പറഞ്ഞു? എന്റെ വാപ്പായെ നോക്കാൻ വയ്യാത്തവളോട് താമസിക്കണ്ട, ഇറങ്ങടി ഇങ്ങോട്ട്. ഇക്ക എന്താ? അല്ല ഞാൻ അറിഞ്ഞ സമയം തൊട്ട് ഞാൻ എവളാ. എന്നെ പറഞ്ഞു വിടല്ലേ, ഞാനിനി നോക്കിക്കോളാം വാപ്പായ. ഇക്ക പ്ലീസ് ഒക്കെ എന്നെ പറഞ്ഞു വിടല്ലേ. അപ്പൊ ഒന്ന് പറ വാപ്പ. ആ പോട്ടാ, അതൊക്കെ കള. മോൻ അകത്തോട്ട് പോ. പാപ്പ മിണ്ടായിരിക്കേ. വാപ്പ ഇറങ്ങടി, ഇറങ്ങ്. നിന്റെ നീ ഒന്നും കേക്കണ്ട, ഇറങ്ങ്. ഞാൻ നോക്കിക്കോളാം ഇക്ക. നിനക്ക് എന്തോന്നാ പറക്കാനുള്ളല്ല, പറക്കോട്ട് ഇറങ്ങ്. ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങ്. വാപ്പ എന്നെ പറഞ്ഞു വിടല്ലേന്ന് പറ വാപ്പ. എന്നെ പറഞ്ഞു വിടല്ലേന്ന് പറ വാപ്പ. ഞാൻ വാപ്പാനെ നോക്കിക്കോളാം പ്ലീസ്. വാപ്പ പറഞ്ഞാ കേക്ക്. പറ വാപ്പ. പോട്ട് മോനെ. പറ, ഞാൻ നോക്കിക്കോളാം. ഇനി വാപ്പായ ഒരു കുഴപ്പമില്ല, നോക്കിക്കോളാം. പ്ലീസ് എന്നെ പറഞ്ഞു വിടരുത് മോനെ. പോട്ടടാ, പാപ്പ മിണ്ടാരി. വാപ്പ പറഞ്ഞാ കേക്കും. അവളെ പറഞ്ഞു വിടല്ലേ നീ. പാവം കിട്ടൂടാ. ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല. ഞാൻ നോക്കിക്കോളാം. എന്റെ വാപ്പായ്ക്ക് പോട്ടടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. കളയടാ. പാപ്പ ഒന്നും പറയണ്ട, പറഞ്ഞു വിട്. ഞാൻ ഇത് മാത്രം കേക്കത്തില്ല. മോൾ അകത്തോട്ട് കയറിപ്പോ, അവൻ അതൊക്കെ പറയും. ചെല്ലു മോളെ. ോട്ട് പോയിരുന്ന് വല്ലതും കഴിക്ക്. ചെല്ലു മോനെ. ആ വേഷമൊക്കെ ഒന്ന് മാറും മോനെ. ചെല്ല്. ഇതിനെയൊക്കെ മര്യാദയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ബന്ധങ്ങൾ എന്തെന്നറിയാൻ വയ്യാത്ത കുറെ മനുഷ്യന്മാര്. പാപ്പ എവിടെ ഇരിക്കുന്ന? പാപ്പ
ഇതെന്തിനാടാ മോനെ എനിക്ക്? അത് വാപ്പാടെ ചെലവിനിരിക്കട്ടെ. ദാ ഈ ഫോൺ വാപ്പ വെച്ചാ. എനിക്ക് വാപ്പായെ വിളിക്കാനുള്ള ഫോണാ. നമ്മൾ തമ്മിലുള്ള സംസാരത്തിൽ നിന്ന് ഇതിൻ്റെ ഇടയിൽ ഒരാളുടെ ആവശ്യമില്ല. മോനെ ഇത് എനിക്കറിയത്തില്ലടാ മോനെ. ഇത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഫോൺ നമ്പർ ഞാൻ ആദ്യം സേവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം വാപ്പാക്ക്. ആ, വാപ്പാക്ക് എന്ത് ആഹാരത്തിന് ആവശ്യമുണ്ടെങ്കിലും കടയിൽ പോയി വാങ്ങി കഴിച്ചോളണം. അവൾ ഉണ്ടാക്കി തന്നില്ലെന്ന് പറഞ്ഞ് വാപ്പ ഇവിടെ കഴിക്കാതെ ഒന്നും ഇരിക്കരുത്. ആരുടെയും കാല് വാങ്ങാനൊന്നും പോണ്ട. എൻ്റെ ജീവനുള്ള കാലത്തോളം വാപ്പാക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഇവിടെ ആരുടെയും അടിമയായിട്ടൊന്നും വാപ്പ കഴിയാൻ നിൽക്കണ്ട. ആ പിന്നെ വാപ്പ, ഞാൻ നാളെ പോവും. അതെന്താടാ മോനെ എത്ര പെട്ടെന്ന് പോകുന്നത്? ഞാൻ എമർജൻസി ലീവ് എടുത്ത് വന്നതാ. ആ പിന്നെ വാപ്പ, ഞാൻ പുറത്തോട്ടൊന്ന് പോയിട്ട് വരട്ടെ. ആ അമ്മ പോയിട്ടോ. നിങ്ങളെ പൈസ എന്തിന്? ആ പൈസ ഇഞ്ഞി എടുത്തേ. ഇത് അത്യാവശ്യം ഉണ്ടല്ലേ. ദേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളെ മോനോടങ്ങനെ പറഞ്ഞ അപ്പോഴാണ് എൻ്റെ വിധം മാറാൻ പോകുന്നത്. ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ച കണക്ക് തന്നെ നീ മാറിയില്ല അല്ലേ? പഴയ ഒരു ചൊല്ലുണ്ട്, എത്ര കൊല്ലം കുഴലിലിട്ടാലും അത് നൂരത്തില്ല. നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പാപ്പ അല്ലേ പറഞ്ഞത് അവൾ അകത്ത് കയറ്റിടാ പാവം കിട്ടുമെന്ന്? കണ്ട, അവള് മാറത്തില്ല. അവളെ സ്വഭാവം നീ എങ്ങനെ മാറ്റിയെടുക്കാൻ? എടി, നിനക്ക് സ്വല്പമെങ്കിലും മനസാക്ഷി ഉണ്ടായിരുന്ന? ഇന്നലെ വാപ്പ പറഞ്ഞിട്ടാണ് നീ ഇന്നിവിടെ നിൽക്കുന്നത്. നീ പോറ്റി വളർത്തിയ നിന്റെ മക്കള് അവരുടെ വീട്ടിൽ ജോലിക്കാരിയാക്കിയാൽ നിനക്ക് വിഷമം വരുമോ ഇല്ലേ? ഉമ്മായും വാപ്പായും മക്കളെ പോറ്റി വളർത്തിയതേ, അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? നീ ഒന്ന് ആലോചിച്ച് നോക്കേ. നീ ഒരു ഉമ്മ അല്ലേ? നീ സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടൂല, ഇങ്ങനെയുള്ള അവഗണനകൾ നീ കാണിക്കാതിരുന്നാ മതി. ആവർത്തിക്കത്തില്ലൊക്കെ. ഉമ്മായും വാപ്പായും വളർത്തി നമ്മളെ ഇത്രയും ആക്കി. പക്ഷേ ഇനി അവരെ നമ്മളാണ് നോക്കേണ്ടത്.
ഈ നമ്മളുടെ കൊച്ചുങ്ങളാണ് അവര്. എന്നോട് ക്ഷമിക്കുക. അവരെ നമ്മളാണ് സംരക്ഷിക്കാനുള്ളത്. ഇനി നിനക്ക് പറ്റുമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇനി അവരെ മക്കളെ പോലെയാണ് നമ്മൾ നോക്കേണ്ടത്. അവരെ സംരക്ഷിക്കാനുള്ളത് നമ്മളാണ്. ഇനി അവർ റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. വീട്ടിൽ ഒരാളുണ്ട്, അവരധികപ്പറ്റാണ്. അവരെ ഒരു യന്ത്രത്തെ പോലെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കാനല്ല നോക്കേണ്ടത്. നീ സ്വന്തം വാപ്പാന്ന് കരുതിയാൽ തന്നെ ഇതൊക്കെ അങ്ങ് മാറും. നിന്റെ വാപ്പായിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അതൊക്കെ പറഞ്ഞ ശരിയാ. ശരിയാ, എൻ്റെ വാപ്പായോടാണെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യും? ഇല്ല. ഒക്കെ പറഞ്ഞപ്പോ നീ മനസ്സിലാക്കാം. വാപ്പ നിന്നെ കാണുന്ന മോളെ പോലെയാണ്, പക്ഷെ നീ കാണുന്നത്, വാപ്പായെ കാണുന്നത് അമ്മാവനെ പോലെയാണ്. ഇല്ല, ഞങ്ങൾക്കൊന്നും പറയല്ല, അങ്ങനൊന്നും പറയല്ല. ഞാൻ നോക്കിക്കോളാം. പക്ഷെ നീ നിന്റെ വാപ്പായെ പോലെ നീ കണ്ടു നോക്ക്, ഈ പ്രശ്നം എല്ലാം മാറും. അപ്പൊ എനിക്ക് നിർത്തിയിട്ട് പോവാമോ? ഒക്കെ ധൈര്യമായിട്ട് പോയിക്കോ. വാപ്പാ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇനി ഇതെണ്ണ കേട്ടാ ഞാൻ എന്താ ചെയ്യണം? ഇന്നലെ പറഞ്ഞ കണക്കൊന്നുമല്ല. അത് ഞാൻ അപ്പോഴത്തെ ഒരു ഇതിന് പറഞ്ഞതാ. ഇതെന്റെ മനസ്സിൽ തട്ടി പറയുക. ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇന്ന് കൊടുക്കുന്നത് നാളെ എനിക്ക് കിട്ടും. അതെനിക്കിപ്പം നല്ല ബോധ്യമായി. എൻ്റെ മക്കളും കണ്ടോണ്ടിരിക്കുമല്ലേ. എനിക്ക് ബോധ്യമായിക്കാ. കൈകിപ്പോ വാപ്പ എന്നോട് ക്ഷമിക്കണം. എന്നോട് മാപ്പ്, എനിക്ക് മാപ്പ് വേണ്ട വാപ്പ. ഞാൻ അങ്ങനെയൊന്നും പ്രവർത്തിക്കണ്ട വാപ്പ. ഞാൻ മുമ്പ് പറഞ്ഞ കണക്കല്ല വാപ്പ, എനിക്ക് എൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായി. ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് മാപ്പ് വേണ്ട വാപ്പ. ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ല വാപ്പ. എന്റെ വാപ്പായ കണക്ക് എന്നെ നോക്കിക്കോണം. ഞാൻ എന്തൊക്കെയോ ഒരുപാട് ചെയ്ത്, ഒരുപാട് തെറ്റുകൾ ചെയ്തു വാപ്പ. ക്ഷമിച്ചെന്ന് പറ വാപ്പ. എന്നോട് ക്ഷമിച്ചെന്ന് പറ. പാപ്പ ക്ഷമിച്ചു മോളെ. മോള് കരയണ്ട.